ഉറങ്ങുന്നതിന് മുമ്പ് ബെഡിൽ കിടന്ന് കണ്ണടച്ച് ഒരു കഥ കേട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേര് ട്രഷർ ഹണ്ട്, നിധിവേട്ടയെക്കുറിച്ച് അല്ലെങ്കിൽ നിധി തിരയലിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ കഥ. നമുക്ക് കേട്ടു നോക്കാം. കോഹിനൂർ. ദ വേർഡ് ഇറ്റ് സെൽഫ് മേക്സ് യു തിങ്ക് ഓഫ് പ്രഷ്യസ് ജുവൽസ് ലൈക്ക് ഡയമണ്ട്സ്. കോഹിനൂർ, ഈ വാക്ക് തന്നെ വജ്രം പോലെയുള്ള അമൂല്യമായ ആഭരണങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. യെസ്, ഐ എം സ്പീക്കിംഗ് അബൌട്ട് ഡയമണ്ട്സ് വിച്ച് ഓൾ പീപ്പിൾ ലവ്. അതെ, എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന വജ്രങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. Our ancient books are filled with scripts that speak about hidden treasures. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങൾ മറഞ്ഞിരിക്കുന്ന നിധികളെക്കുറിച്ച് സംസാരിക്കുന്ന സ്ക്രിപ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ട്രഷേഴ്സ് ദാറ്റ് ക്യാൻ ചേഞ്ച് വൺസ് ലൈഫ്. ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന നിധികൾ. എ ബോക്സ് ഫുൾ ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, എ ഡ്രീം ഓഫ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഒരു പെട്ടി നിറയെ സ്വർണവും വജ്രവും മിക്ക ആളുകളുടെയും സ്വപ്നം. Treasure Hunt, a tale that every bookworm has loved to read and go through, but we have actually practiced it in real life. ഓരോ പുസ്തകപ്പുഴവും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ് ട്രഷർ ഹണ്ട്. എന്നാൽ ഞങ്ങളത് യഥാർത്ഥ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. Me too, a bookworm who always likes to read adventure stories. ഞാനും എപ്പോഴും സാഹസിക കഥകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകപ്പുഴു. Searching for an unseen treasure is like hunting for a ray of sunshine after a long dark night. കാണാത്ത നിധി തിരയുന്നത് ഒരു നീണ്ട ഇരുണ്ട രാത്രിക്ക് ശേഷം സൂര്യൻ്റെ കിരണത്തിനായി തിരയുന്നത് പോലെയാണ്. This is a story of my pre-teens. I was a tiny girl who was always curious about new things. ഇതെൻ്റെ കൗമാരത്തിന് മുമ്പുള്ള ഒരു കഥയാണ്. പുതിയ കാര്യങ്ങളിൽ എപ്പോഴും ജിജ്ഞാസയുള്ള ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു ഞാൻ. വിൻ്റർ ഹോളിഡേയ്സ് വെർ ലൈക്ക് എ പാരഡൈസ് ഓഫ് എക്സ്ട്രീം അഡ്വഞ്ചർ. ശൈത്യകാല അവധി ദിനങ്ങൾ അങ്ങേയറ്റത്തെ സാഹസികതയുടെ പറുദീസ പോലെയായിരുന്നു. വി, മീ, മൈ ബ്രദർ ആൻഡ് 4 cousins ഓൾവേസ് ട്രാവൽ ടു അമൃത്സർ ടു അവർ ഗ്രാൻഡ് പാരൻസ് ഹൗസ്. ഞാനും എൻ്റെ സഹോദരനും 4 കസിൻസും എപ്പോഴും അമൃത്സറിലേക്ക് ഞങ്ങളുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വീട്ടിലേക്ക് പോകാറുണ്ട്. ലഷ് ഗ്രീൻ ഫീൽഡ്സ്, എ ക്ലിയർ ബ്ലൂ സ്കൈ, പച്ചപ്പ് നിറഞ്ഞ വയലുകൾ, തെളിഞ്ഞ നീലാകാശം. ആസ് അവർ ട്രെയിൻ വിസിൽഡ് ഇൻ ദ ലാൻഡ് ഓഫ് 5 rivers, there our adventure starts. 5 നദികളുടെ നാട്ടിൽ ഞങ്ങളുടെ ട്രെയിൻ വിസിൽ മുഴക്കുമ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ സാഹസിക യാത്ര ആരംഭിക്കുന്നു. ഇറ്റ് വാസ് എ ഫൈൻ സണ്ണി മോർണിംഗ് ഇൻ ഡിസംബർ. ഡിസംബറിലെ നല്ല വെയിൽ നിറഞ്ഞ പ്രഭാതമായിരുന്നു അത്. ഐ ഹാഡ് ജസ്റ്റ് സ്റ്റെപ്ഡ് ഇൻ ടു മൈ പ്രീ-ടീൻ ഇയേഴ്സ്. ഞാൻ എൻ്റെ കൗമാരപ്രായത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേയുള്ളൂ. മൈ ഗ്രാൻഡ് ഫാദർ കോൾഡ് ഔട്ട് ഫോർ us. കം ഓൺ യു ഓൾ. മുത്തശ്ശൻ ഞങ്ങളെ വിളിച്ചു, എല്ലാവരും വരൂ. മീ, മൈ യങ്ങർ ബ്രദർ രാഹുൽ, ഞാൻ, എൻ്റെ ഇളയ സഹോദരൻ രാഹുൽ, മൈ കസിൻസ് ഋതിക, അമിത്, രാഖി ആൻഡ് പ്രിയങ്ക. എൻ്റെ കസിൻസ് ഋതിക, അമിത്, രാഖി, പ്രിയങ്ക, ഓൾ ഓഫ് us circled around my grandfather. ഞങ്ങളെല്ലാവരും എൻ്റെ മുത്തശ്ശൻ്റെ ചുറ്റും വട്ടമിട്ടു. He said, let us go for a treasure hunt. അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു നിധിവേട്ടയ്ക്ക് പോകാം, അല്ലെങ്കിൽ നിധി തിരയാൻ പോകാം. We all exclaimed in excitement. ഞങ്ങളെല്ലാവരും ആവേശത്തോടെ ആർത്തു വിളിച്ചു. What, a treasure hunt? എന്ത്, നിധിവേട്ട? Wow, it would be so much fun. കൊള്ളാം, അത് വളരെ രസകരമായിരിക്കും. Our grandpa told us that this mansion has hidden a lot of secrets in its heart. ഈ ബംഗ്ലാവ് അതിൻ്റെ ഹൃദയത്തിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളുടെ മുത്തശ്ശൻ ഞങ്ങളോട് പറഞ്ഞു. And today he would unfold one secret to us. ഇന്ന് അദ്ദേഹം ഞങ്ങൾക്കൊരു രഹസ്യം വെളിപ്പെടുത്തും. He took us to the attic which was gloomy and dark. ഇരുണ്ടതും മങ്ങിയതുമായ മച്ചിലേക്ക് അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയി. The room was filled with old pictures of independence time. സ്വാതന്ത്ര്യകാലത്തെ പഴയ ചിത്രങ്ങൾ കൊണ്ട് മുറി നിറഞ്ഞിരുന്നു. Some embedded in gold frames and some in rustic condition. ചിലത് സ്വർണ്ണ ഫ്രെയിമുകളിലും ചിലത് നാടൻ അവസ്ഥയിലും. The room was filled with old boxes, some lamps and some old stuff.
മുറിയിൽ നിറയെ പഴയ പെട്ടികൾ, കുറേ വിളക്കുകൾ, പഴയ സാധനങ്ങൾ. Our grandpa opened a box and took out an old scroll of parchment tied with a string. ഞങ്ങളുടെ മുത്തശ്ശൻ ഒരു പെട്ടി തുറന്ന് ഒരു ചരടിൽ കെട്ടിയ കടലാസിൻ്റെ ഒരു പഴയ ചുരുൾ പുറത്തെടുത്തു. The parchment scroll was light yellow in color. ഇളം മഞ്ഞ നിറത്തിലായിരുന്നു കടലാസ് ചുരുൾ. Grandpa opened the roll carefully and kept it on the table. മുത്തശ്ശൻ റോൾ ശ്രദ്ധാപൂർവം തുറന്നു അത് മേശപ്പുറത്ത് വെച്ചു. ഇറ്റ് വാസ് എ മാപ്പ് ഓഫ് ഗ്രാൻഡ്പാസ് മാൻഷൻ. മുത്തശ്ശൻ്റെ ബംഗ്ലാവിൻ്റെ ഭൂപടമായിരുന്നു അത്. ആൻഡ് ദെർ വാസ് അനദർ സ്ക്രോൾ അറ്റാച്ച്ഡ് ടു ഇറ്റ്. അതിനോട് ചേർന്ന് മറ്റൊരു ചുരുളും ഉണ്ടായിരുന്നു. വെൻ ഗ്രാൻഡ്പ ഓപ്പൺ ദ സ്ക്രോൾ, ഇറ്റ് ഹാഡ് ഏൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷൻസ് ഡെപിക്റ്റഡ് ഓൺ ഇറ്റ് വിച്ച് വർ എ ബിറ്റ് ഡിഫിക്കൽട്ട് ഫോർ us ടു അണ്ടർസ്റ്റാൻഡ്. മുത്തശ്ശൻ ചുരുൾ തുറന്നപ്പോൾ അതിൽ പുരാതന ലിഖിതങ്ങൾ ചിത്രീകരിച്ചിരുന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് ഫ്രം ദി ഇൻസ്ക്രിപ്ഷൻസ് we all could understand it was a map which would lead us to unknown glee. ഇതൊരു ഭൂപടമാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അത് നമ്മെ അജ്ഞാതമായ ആനന്ദത്തിലേക്ക് നയിക്കും. In the peak of shivering cold, we were sweating as we held the parchment scroll. വിറയ്ക്കുന്ന തണുപ്പിൻ്റെ കൊടുമുടിയിൽ കടലാസ് ചുരുൾ പിടിച്ച് ഞങ്ങൾ വിയർക്കുന്നുണ്ടായിരുന്നു. അമിത് said, "Let me be the head of the mission unknown." അമിത് പറഞ്ഞു, അജ്ഞാത ദൗത്യത്തിൻ്റെ തലവൻ ഞാനാകട്ടെ. ഓൾ ഓഫ് us gathered around grandpa and sat on the ground. ഞങ്ങൾ എല്ലാവരും മുത്തശ്ശന് ചുറ്റും കൂടി നിലത്തിരുന്നു. Grandpa, with the help of his stick, pointed out that it was the mansion's ground. മുത്തശ്ശൻ ഒരു വടിയുടെ സഹായത്തോടെ അത് ബംഗ്ലാവിൻ്റെ മൈതാനമാണെന്ന് ചൂണ്ടിക്കാണിച്ചു. But the land had been dug many times, so it was clear that the treasure was not there. എന്നാൽ ഭൂമി പലതവണ കുഴിച്ചതിനാൽ നിധിയില്ലെന്ന് വ്യക്തമായി. ട്രഷേഴ്സ്, we all exclaimed. അമിത് said, "But grandpa, it is not written anywhere that the treasure would be here." നിധികൾ, ഞങ്ങൾ എല്ലാവരും ആർത്തു വിളിച്ചു. അമിത് പറഞ്ഞു, പക്ഷെ മുത്തശ്ശ, നിധി ഇവിടെ ഉണ്ടാകുമെന്ന് എവിടെയും എഴുതിയിട്ടില്ല. Grandpa said to Amit, "Why do you think so?" മുത്തശ്ശൻ അമിത്തിനോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചിന്തിക്കുന്നത്? Then both Amit and Rahul said, "As the picture in the inscriptions shows something else." അപ്പോൾ അമിതും രാഹുലും പറഞ്ഞു, ലിഖിതങ്ങളിലെ ചിത്രം മറ്റെന്തോ കാണിക്കുന്നത് പോലെ. "As you see, this is a dummy which is looking up in the sky but pointing down." നിങ്ങൾ കാണുന്നത് പോലെ ഇതൊരു ഡമ്മിയാണ്. അത് ആകാശത്തേക്ക് നോക്കുന്നു, പക്ഷെ താഴേക്ക് ചൂണ്ടുന്നു. "And this is the reason why you all for so many years searched the ground." നിങ്ങൾ എല്ലാവരും ഇത്രയും വർഷമായി നിലത്ത് തിരഞ്ഞതിൻ്റെ കാരണം ഇതാണ്. "But now we can search the top rooms of the mansion." എന്നാൽ ഇപ്പോൾ നമുക്ക് ബംഗ്ലാവിൻ്റെ മുകളിലെ മുറികൾ തിരയാം. Then Ritika stood up and said, "Treasure is on the west side and not on the east." അപ്പോൾ ഋതിക എഴുന്നേറ്റ് പറഞ്ഞു, നിധി കിഴക്കു ഭാഗത്തല്ല, പടിഞ്ഞാറ് ഭാഗത്താണ്. "As in the mirror, we see everything topsy-turvy, meaning right is left." കണ്ണാടിയിൽ എന്ന പോലെ നമ്മളെല്ലാം ടോപ്സി ടർവിയായി കാണുന്നു, അതായത് വലത് ഇടത്, ഇടത് വലത്. So the treasure is somewhere up in the mansion and it is on the west side as the dummy is pointing in the east. അതിനാൽ നിധി ബംഗ്ലാവിൽ എവിടെയോ ഉണ്ട്, അത് പടിഞ്ഞാറ് വശത്താണ്, ഡമ്മി കിഴക്കോട്ട് ചൂണ്ടിക്കാണിക്കുന്നു. Grandpa was surprised at how all of us were adjuring the secrets of the scroll which no one could ever open. ആർക്കും തുറക്കാനാകാത്ത ചുരുളിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങളെല്ലാം എങ്ങനെ പുറത്തെടുക്കുന്നുവെന്ന് മുത്തശ്ശൻ അത്ഭുതപ്പെട്ടു. Then Ragi saw the portrait of a lady in the attic and asked Grandpa, "Who is this lady in the picture?" അപ്പോൾ മച്ചിലൊരു സ്ത്രീയുടെ ഛായാചിത്രം കണ്ട രാഗി മുത്തശ്ശനോട് ചോദിച്ചു, ചിത്രത്തിലെ ഈ സ്ത്രീ ആരാണ്? Grandpa said, "This is the picture of the Maharani of Chattivind and this picture was clicked in one of our mansions which is up there." മുത്തശ്ശൻ പറഞ്ഞു, ഇത് ചാട്ടിവിന്ദിലെ മഹാറാണിയുടെ ചിത്രമാണ്. ഈ ചിത്രം നമ്മുടെ ഒരു ബംഗ്ലാവിൽ ക്ലിക്ക് ചെയ്തതാണ്, അത് അവിടെയാണ്. രാഖി said, "Then the treasure is not in this mansion. It is in Chattivind's mansion. As you can see in this picture, there is a box behind the Maharani and it has the same dummy painted over it." രാഖി പറഞ്ഞു, അപ്പോൾ നിധി ഈ ബംഗ്ലാവിലല്ല,
അത് ചാറ്റിവിൻഡിലെ ബംഗ്ലാവിലാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മഹാറാണിയുടെ പിന്നിൽ ഒരു പെട്ടിയുണ്ട്. അതിനു മുകളിൽ അതേ ഡമ്മി വരച്ചിട്ടുണ്ട്. ദെൻ ഗ്രാൻഡ്പാ സെഡ്, ലെറ്റ്സ് ഗോ ടു ചാറ്റിവിൻ ടുമോറോ മോർണിംഗ്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, നമുക്ക് നാളെ രാവിലെ ചാറ്റിവിൻഡിലേക്ക് പോകാം. വി വെർ ഓൾ എക്സൈറ്റഡ് ടു ഹിയർ ഗ്രാൻഡ്പാസ് ഡിസിഷൻ ആൻഡ് വി ടോൾഡ് ഗ്രാൻഡ്പാ ടു പാക്ക് അവർ പിക്നിക് ബാഗ്സ്. മുത്തശ്ശൻ്റെ തീരുമാനം കേട്ട് ഞങ്ങൾ എല്ലാവരും ആവേശഭരിതരായി. ഞങ്ങളുടെ പിക്നിക് ബാഗുകൾ പാക്ക് ചെയ്യാൻ ഞങ്ങൾ മുത്തശ്ശനോട് പറഞ്ഞു. ദർ വാസ് എൻ എക്സൈറ്റ്മെൻറ്റ് ഇൻ ദി എയർ. അന്തരീക്ഷത്തിൽ ഒരു ആവേശമുണ്ടായിരുന്നു. അവർ ഡ്രൈവർ റാം വാസ് ആസ്ക്ഡ് ടു കം അലോങ് വിത്ത് അസ്. ഞങ്ങളുടെ ഡ്രൈവർ റാമിനോട് ഞങ്ങളോടൊപ്പം വരാൻ ആവശ്യപ്പെട്ടു. ഏർലി നെക്സ്റ്റ് മോർണിംഗ് റെഡ് കോണ്ടസ വാസ് സ്റ്റാൻഡിങ് ഗ്ലിറ്ററിങ് ഇൻ അവർ ഡ്രൈവ് വേ. പിറ്റേന്ന് അതിരാവിലെ ഞങ്ങളുടെ ഡ്രൈവ് വേയിൽ ചുവന്ന കോണ്ടസ തിളങ്ങി നിൽക്കുന്നു. ഗ്രാൻഡ്പാ, ഗ്രാൻഡ്മ, റാമങ്കിൾ ആൻഡ് 6 of us drove towards ചാറ്റിവിൻഡ്. മുത്തശ്ശനും മുത്തശ്ശിയും റാമങ്കിളും ഞങ്ങൾ 6 പേരും ചാറ്റിവിൻഡിലേക്ക് വണ്ടി കയറി. ആഫ്റ്റർ എ ഡ്രൈവ് ഓഫ് ഹാഫ് ആൻ അവർ വി റീച്ച് ദ വില്ലേജ് വിച്ച് വാസ് എ ലിറ്റിൽ ലെസ് ഡെവലപ്ഡ് ദാൻ അമൃത്സർ. അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അമൃത്സറിനേക്കാൾ അല്പം വികസനം കുറഞ്ഞ ഗ്രാമത്തിലെത്തി. ബട്ട് എ ഹ്യൂജ് മാൻഷൻ വാസ് സ്റ്റാൻഡിങ് ടു വെൽക്കം അസ്. പക്ഷെ ഞങ്ങളെ സ്വാഗതം ചെയ്യാൻ ഒരു വലിയ ബംഗ്ലാവ് നിൽപ്പുണ്ടായിരുന്നു. ദ വാച്ച്മാൻ ഓഫ് ദ മാൻഷൻ സല്യൂട്ടഡ് ആൻഡ് ഗ്രീറ്റഡ് അസ്. ബംഗ്ലാവിൻ്റെ കാവൽക്കാരൻ ഞങ്ങളെ സല്യൂട്ട് ചെയ്ത് അഭിവാദ്യം ചെയ്തു. ഹിസ് നെയിം വാസ് വികാസ് കുമാർ. വികാസ് കുമാർ എന്നായിരുന്നു അവൻ്റെ പേര്. വികാസ് ഭയ്യ വാസ് ദ കെയർ ടേക്കർ ആൻഡ് ദ വാച്ച്മാൻ ഓഫ് ദ മാൻഷൻ. വികാസ് ഭയ്യ ബംഗ്ലാവിൻ്റെ സംരക്ഷകനും കാവൽക്കാരനുമായിരുന്നു. വി ഓൾ തോട്ട് ദാറ്റ് വി ഷുഡ് ആസ്ക് വികാസ് കുമാർ ആൻഡ് ഹിസ് വൈഫ് അബൌട്ട് ദ മാൻഷൻ. വികാസ് കുമാറിനോടും ഭാര്യയോടും ബംഗ്ലാവിനെ കുറിച്ച് ചോദിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും കരുതി. സോ അറ്റ് ദ ലഞ്ച് ടേബിൾ വി ക്വസ്റ്റ്യൻഡ് ഹിം. അതിനാൽ ഉച്ചഭക്ഷണ മേശയിൽ ഞങ്ങൾ അവനെ ചോദ്യം ചെയ്തു. വികാസ് ഭയ്യ, ഹൗ മെനി ഇയേഴ്സ് ഹാവ് യു ബീൻ ലിവിങ് ഹിയർ? വികാസ് ഭയ്യ, നിങ്ങൾ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നു? വികാസ് ആൻസേർഡ്, ഫോർ ദ ലാസ്റ്റ് 40 years. I came here at the age of 20 and after that I have been living under the guidance of your grandpa. വികാസ് മറുപടി പറഞ്ഞു, കഴിഞ്ഞ 40 വർഷമായി. 20 വയസ്സിൽ ഞാനിവിടെ വന്നു. അതിനുശേഷം ഞാൻ നിങ്ങളുടെ മുത്തശ്ശൻ്റെ മാർഗനിർദ്ദേശത്തിലാണ് ജീവിക്കുന്നത്. Then Amit questioned him, do you clean all the rooms of the mansion daily? അപ്പോൾ അമിത് അവനോട് ചോദിച്ചു, നിങ്ങൾ ബംഗ്ലാവിലെ എല്ലാ മുറികളും ദിവസവും വൃത്തിയാക്കുന്നുണ്ടോ? വികാസ് hesitantly said, no, mansion has about 50 rooms and we don't even have keys to all the rooms. വികാസ് മടിയോടെ പറഞ്ഞു, ഇല്ല, ബംഗ്ലാവിൽ 50ഓളം മുറികളുണ്ട്. എല്ലാ മുറികളുടെയും താക്കോൽ പോലും ഞങ്ങളുടെ പക്കലില്ല. സോ സം ഓഫ് ദ റൂംസ് ഹാവ് ബീൻ ക്ലോസ്ഡ് ഫോർ ഡെക്കേഡ്സ്. അതിനാൽ പതിറ്റാണ്ടുകളായി ചില മുറികൾ അടഞ്ഞു കിടക്കുകയാണ്. ദെൻ വി ഓൾ വെൻറ്റ് ആൻഡ് ആസ്ക്ഡ് ഗ്രാൻഡ്പാ ആൻഡ് ഗ്രാൻഡ്മ ടു ഹാൻഡ് ഓവർ ദ കീസ് ടു ദ റെസ്റ്റ് ഓഫ് ദ റൂംസ് ഓഫ് ദ മാൻഷൻ. പിന്നെ ഞങ്ങൾ എല്ലാവരും പോയി മുത്തശ്ശനോടും മുത്തശ്ശിയോടും ബംഗ്ലാവിലെ ബാക്കി മുറികളുടെ താക്കോൽ നൽകാൻ ആവശ്യപ്പെട്ടു. ഗ്രാൻഡ്പാ ആൻസേർഡ്, I have to search for the keys in the attic of the mansion because I believe my father, your great grandfather, has kept them up there. മുത്തശ്ശൻ മറുപടി പറഞ്ഞു, എനിക്ക് ബംഗ്ലാവിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ അല്ലെങ്കിൽ മച്ചിൽ താക്കോലുകൾ തിരയേണ്ടതുണ്ട്. കാരണം എൻ്റെ പിതാവ്, നിങ്ങളുടെ മുതുമുത്തശ്ശൻ, അവ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. Then we all went to the attic with torches. പിന്നെ ഞങ്ങൾ എല്ലാവരും ടോർച്ചുമായി തട്ടിൻപുറത്തേക്ക് പോയി. We were all holding each other's hands. The place was filled with dust and cobwebs. And Grandpa started scolding Vikas Bhaiya. ഞങ്ങളെല്ലാവരും പരസ്പരം കൈപിടിച്ചു. സ്ഥലം പൊടിയും ചിലന്തിവലയും കൊണ്ട് നിറഞ്ഞിരുന്നു. മുത്തശ്ശൻ വികാസ് ഭയ്യയെ ശകാരിക്കാൻ തുടങ്ങി. I believe you haven't cleaned this place for years. വർഷങ്ങളായി നിങ്ങൾ ഈ സ്ഥലം വൃത്തിയാക്കിയിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. As we reached the end of the basement, Grandpa took the key to the attic from his pocket and tried to open the door. ഞങ്ങൾ ബേസ്മെൻറ്റിൻ്റെ അറ്റത്തെത്തിയപ്പോൾ മുത്തശ്ശൻ പോക്കറ്റിൽ നിന്ന് മച്ചിൻ്റെ താക്കോലെടുത്ത് വാതിൽ തുറക്കാൻ ശ്രമിച്ചു. It took a lot of effort to open the lock as it had not been opened for decades. പതിറ്റാണ്ടുകളായി പൂട്ട് തുറക്കാത്തതിനാൽ ഏറെ പണിപ്പെട്ടാണ് പൂട്ട് തുറന്നത്. As the door opened with a cracking sound, a feeling of fear wrapped us all. പൊട്ടുന്ന ശബ്ദത്തോടെ വാതിൽ തുറന്നപ്പോൾ ഒരു ഭയം ഞങ്ങളെയെല്ലാം പൊതിഞ്ഞു. We all stood close to each other. ഞങ്ങളെല്ലാവരും അടുത്തടുത്ത് നിന്നു. Grandpa said, we all have to search for the keys. I can't remember where I have kept them. മുത്തശ്ശൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും താക്കോലുകൾ തിരയേണ്ടതുണ്ട്. ഞാൻ അവ എവിടെ സൂക്ഷിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല.
ദ ഹണ്ട് ഫോർ ദ കീ സ്റ്റാർട്ടഡ്. താക്കോലുകൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു. ടോർച്ചസ് ഫ്ലാഷ്ഡ് ഓൺ വാൾസ് ആസ് ദർ വാസ് നോ ഇലക്ട്രിസിറ്റി കണക്ഷൻ. വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിനാൽ ചുവരുകളിൽ ടോർച്ചുകൾ മിന്നി. ബോക്സസ് ആഫ്റ്റർ ബോക്സസ് വർ ഗെറ്റിംഗ് ഓപ്പൺഡ്. പെട്ടികൾ ഓരോന്നായി തുറന്നുകൊണ്ടിരുന്നു. സം ആർട്ടിഫാക്ട്സ് സ്റ്റാർട്ടഡ് കമ്മിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. പെട്ടിയിൽ നിന്ന് ചില പുരാവസ്തുക്കൾ പുറത്തു വരാൻ തുടങ്ങി. സം പെയിന്റിങ്സ് കവേർഡ് വിത്ത് ഡസ്റ്റ് ആൻഡ് സം ജുവൽസ് ദാറ്റ് ഗ്രാൻഡ്പ ഹാഡ് നെവർ ബീൻ അവെയർ ഓഫ്. പൊടി പുരണ്ട ചില ചിത്രങ്ങളും മുത്തശ്ശൻ ഒരിക്കലും അറിയാത്ത ചില ആഭരണങ്ങളും. ഇൻ ദി എൻഡ് വി ഓൾ ഗോട്ട് ടയേർഡ് ആൻഡ് സാറ്റ് ഓൺ ദ ഫ്ലോർ ആസ് ദ കീസ് ടു ദ റെസ്റ്റ് ഓഫ് ദ റൂംസ് കുഡ് നോട്ട് ബി ഫൗണ്ട്. അവസാനം ബാക്കി മുറികളുടെ താക്കോൽ കാണാത്തതിനാൽ ഞങ്ങൾ എല്ലാവരും തളർന്നു തറയിലിരുന്നു. വി ഓൾ ടോൾഡ് ഗ്രാൻഡ്പ ദാറ്റ് ഹി മസ്റ്റ് നോട്ട് ഹാവ് കെപ്റ്റ് ദ കീസ് ലൈക്ക് ദിസ് ഇൻ ദി ആറ്റിക്. താക്കോൽ മച്ചിൽ വെച്ചിട്ടുണ്ടാകില്ലായിരുന്നുവെന്ന് ഞങ്ങൾ എല്ലാവരും മുത്തശ്ശനോട് പറഞ്ഞു. മൈ മെമ്മറി ഈസ് സ്റ്റിൽ ഷാർപ്പ് ആൻഡ് ഐ റിമെമ്പർ വെരി വെൽ that I have kept the keys in the wooden cupboard of the attic. എൻ്റെ ഓർമ്മ ഇപ്പോഴും ഷാർപ്പാണ്. താക്കോൽ മച്ചിൽ മര അലമാരയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ നന്നായി ഓർക്കുന്നു. As he said these lines, we all stared at each other and ran towards the wooden cupboard that was standing like a king at the corner of the attic. അദ്ദേഹം ഈ വരികൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും പരസ്പരം തുറച്ചു നോക്കി. മച്ചിൻ്റെ മൂലയിൽ രാജാവിനെ പോലെ നിൽക്കുന്ന തടിയുടെ അലമാരയുടെ അടുത്തേക്ക് ഓടി. ഫസ്റ്റ് we opened the first floor of the mansion. ആദ്യം ഞങ്ങൾ ബംഗ്ലാവിൻ്റെ 1ാം നില തുറന്നു. It was difficult to open these rooms as they had been locked for centuries. നൂറ്റാണ്ടുകളായി പൂട്ടിക്കിടക്കുന്ന ഈ മുറികൾ തുറക്കാൻ പ്രയാസമായിരുന്നു. Grandpa opened the rooms one by one. We saw each room was really big. മുത്തശ്ശൻ മുറികൾ ഓരോന്നായി തുറന്നപ്പോൾ ഓരോ മുറിയും ശരിക്കും വലുതാണെന്ന് ഞങ്ങൾ കണ്ടു. We investigated each room, but we couldn't find anything. ഞങ്ങൾ ഓരോ മുറിയിലും അന്വേഷണം നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ആഫ്റ്റർ സം ടൈം വി ആസ്ക്ഡ് ഗ്രാൻഡ്പ ആൻഡ് ഗ്രാൻഡ്മ ടു റിലാക്സ് ബിക്കോസ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദേ വെർ ടയേർഡ്. കുറച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ക്ഷീണിതരാണെന്ന് മനസ്സിലായതിനാൽ ഞങ്ങൾ അവരോട് വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടു. വൈൽ ദേ വെർ സ്ലീപ്പിംഗ് വി തോട്ട് ടു ലുക്ക് ഓവർ ദ മാപ്പ്. അവരുറങ്ങുമ്പോൾ ഞങ്ങൾ മാപ്പ് നോക്കാമെന്ന് വിചാരിച്ചു. വി ഓപ്പൺഡ് ഇറ്റ് ആൻഡ് ട്രൈ ടു സോൾവ് ദ മിസ്റ്ററി ആസ് അണ്ടിൽ ദെൻ we had not been able to find the clue. അതുവരെ ഒരു സൂചനയും കണ്ടെത്താനാകാത്തതിനാൽ ഞങ്ങൾ അത് തുറന്ന് നിഗൂഢത പരിഹരിക്കാൻ ശ്രമിച്ചു. Then രാഗി said, "See, something is drawn on the map of the mansion." അപ്പോൾ രാഗി പറഞ്ഞു, നോക്കൂ, ബംഗ്ലാവിൻ്റെ മാപ്പിൽ എന്തോ വരച്ചിരിക്കുന്നു. There we were seeing that the mansion's second floor had many more windows than the rest of it, and one of the windows was sketched in red color. ബംഗ്ലാവിൻ്റെ 2ാം നിലയിൽ ബാക്കിയുള്ളതിനേക്കാൾ കൂടുതൽ ജനാലകളുണ്ടെന്നും ജനലുകളിൽ ഒന്ന് ചുവപ്പ് നിറത്തിൽ വരച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ അവിടെ കണ്ടു. വി ഓൾ ഷൗട്ടഡ് ടുഗെദർ, ദിസ് ഈസ് ദ പ്ലേസ് വെയർ ദ ട്രഷർ ഈസ് ഹിഡൻ. ഞങ്ങൾ എല്ലാവരും കൂടി വിളിച്ചു പറഞ്ഞു, ഇതാണ് നിധി ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം. വി ഓൾ റാൻ ടു ദ സെക്കൻഡ് ഫ്ലോർ ഓഫ് ദ മാൻഷൻ. ഞങ്ങൾ എല്ലാവരും ബംഗ്ലാവിൻ്റെ 2ാം നിലയിലേക്ക് ഓടി. ബട്ട് സഡൻലി ഐ റിമെമ്പേർഡ് ദാറ്റ് ദ റൂംസ് വേർണ്ട് ഓപ്പൺ ഓൺ ദാറ്റ് ഫ്ലോർ. എന്നാൽ ആ നിലയിൽ മുറികൾ തുറന്നിട്ടില്ലെന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തു. As all had run upstairs to the second floor, I crept into my grandparents' room and took hold of the keys that were lingering beside Grandpa's side table, and I ran towards the stairs. എല്ലാവരും മുകൾ നിലയിലേക്ക് 2ാം നിലയിലേക്ക് ഓടിയതിനാൽ ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുറിയിലേക്ക് കയറി മുത്തശ്ശൻ്റെ സൈഡ് ടേബിളിൻ്റെ അരികിൽ കിടന്നിരുന്ന താക്കോൽ പിടിച്ച് ഞാൻ പടികളിലേക്ക് ഓടി. I stepped into the second floor and handed the keys to Amit. ഞാൻ 2ാം നിലയിലേക്ക് കയറി താക്കോൽ അമിതിന് കൈമാറി. As we tried to open the doors of the 10 rooms on the second floor, 2ാം നിലയിലെ 10 മുറികളുടെ വാതിലുകൾ തുറക്കാൻ ശ്രമിച്ചപ്പോൾ one by one the doors were opened with great force. And then when we opened the 5th room, we saw its window frames were red in color. വാതിലുകൾ ഒന്നൊന്നായി വലിയ ശക്തിയോടെ തുറന്നു. പിന്നെ 5ാമത്തെ മുറി തുറന്നപ്പോൾ അതിൻ്റെ ജനൽ ഫ്രെയിമുകൾ ചുവന്ന നിറത്തിൽ കാണപ്പെട്ടു. I exclaimed in excitement that this was the room. ഇതാണ് മുറി എന്ന് ഞാൻ ആവേശത്തിൽ വിളിച്ചു പറഞ്ഞു. ഇൻ എക്സൈറ്റ്മെൻറ്റ് ഐ ഓപ്പൺഡ് ഓൾ ദ വിൻഡോസ് ഓഫ് ദ റൂം. ആവേശത്തിൽ ഞാൻ മുറിയുടെ ജനാലകളെല്ലാം തുറന്നു. ബട്ട് അറ്റ് ദാറ്റ് വെരി മൊമെൻറ്റ് ദ റൂം ഗോട്ട് ബ്രൈറ്റൻഡ് അപ്പ് ബൈ ദ സെലസ്റ്റിയൽ റേസ് ആൻഡ് സ്റ്റാർട്ടഡ് സ്പാർക്കിംഗ് ദാറ്റ് വി ഹാഡ് ടു ക്ലോസ് അവർ ഐസ്. എന്നാൽ ആ നിമിഷം തന്നെ ആകാശരശ്മികളാൽ മുറി തിളങ്ങുകയും ഞങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കേണ്ടി വരികയും ചെയ്തു. ബട്ട് സംവെയർ ഇൻ മൈ ബ്രെയിൻ എ ക്വസ്റ്റ്യൻ റേസ്ഡ്. വാട്ട് വാസ് മേക്കിംഗ് ദ റൂം സോ ഷൈനി? സോ ഐ റാൻ ഔട്ട് ഓഫ് ദ റൂം ഫ്രം വെയർ ഐ ക്യാൻ സീ ക്ലിയർലി. എന്നാൽ എൻ്റെ തലച്ചോറിൽ എവിടെയോ ഒരു ചോദ്യമുയർന്നു.
എന്താണ് മുറി ഇത്ര തിളങ്ങുന്നത്? അതിനാൽ ഞാൻ മുറിയിൽ നിന്ന് പുറത്തേക്കോടി. അവിടെ നിന്ന് എനിക്ക് വ്യക്തമായി കാണാം. ഫ്രം ദെയർ ഐ സോ ദാറ്റ് ദ റേസ് വെർ ഫോളിംഗ് ഓൺ ദ ബെഡ്സ് ബാക്ക് വെർ സംതിങ് വാസ് ഷൈനിങ്. കട്ടിലിൻ്റെ പുറകിൽ എന്തോ തിളങ്ങുന്ന കിരണങ്ങൾ വീഴുന്നത് ഞാൻ അവിടെ നിന്ന് കണ്ടു. ഐ വെന്റ് ക്ലോസ് ടു ദ ബെഡ്സ് ബാക്ക് ആൻഡ് ചെക്ക്ഡ് ഇറ്റ് ഔട്ട് ക്ലിയർലി. ഞാൻ കട്ടിലിൻ്റെ പുറകിലേക്ക് അടുത്തുപോയി അത് വ്യക്തമായി പരിശോധിച്ചു. ദെയർ ഐ ഗോട്ട് ആൻസേഴ്സ് ടു ഓൾ ദ ക്വസ്റ്റ്യൻസ്. അവിടെ വെച്ച് എനിക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി. ഐ സെഡ് ടു ഓൾ ടു വെയിറ്റ് ആൻഡ് വെന്റ് ടു കോൾ മൈ ഗ്രാൻഡ് പാരൻസ്. ഞാൻ എല്ലാവരോടും കാത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും വിളിക്കാൻ പോയി. വെൻ ദേ കെയിം എവ്രി വൺ ആസ്ക്ഡ് മീ വാട്ട് ഹാപ്പൻഡ്. അവർ വന്നപ്പോൾ എല്ലാവരും എന്നോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. ദെൻ ഐ സെഡ് ഐ ഹാവ് ഗോട്ട് ദ ട്രഷർ ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ വെന്റ് ടു കോൾ ഗ്രാൻഡ്മ ആൻഡ് ഗ്രാൻഡ്പ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിധി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുത്തശ്ശിയെയും മുത്തശ്ശനെയും വിളിക്കാൻ പോയത്. ഗ്രാൻഡ്പ സെഡ് ഹൗ, വേർ ഇസ് ഇറ്റ്? ഐ സെഡ് ടു ഓൾ ഇറ്റ്സ് ഇൻ ദിസ് റൂം. മുത്തശ്ശൻ പറഞ്ഞു, എങ്ങനെ, അതെവിടെ? ഞാൻ എല്ലാവരോടും പറഞ്ഞു, അത് ഈ മുറിയിലുണ്ട്. ഐ വെന്റ് നിയർ ദ ബെഡ്സ്റ്റെഡ് ആൻഡ് പോയിന്റഡ് ഔട്ട് ദ ഡമ്മി ആൻഡ് സെഡ് ദിസ് ഈസ് ദ ഡമ്മി ഹൂസ് പിക്ചർ വാസ് ഡ്രോൺ ഓൺ ദ മാപ്പ് ആൻഡ് ദ സെലസ്റ്റിയൽ റേസ് ടച്ച് ദ ഡമ്മി ആൻഡ് ലൈറ്റഡ് ദ റൂം ആസ് ഇറ്റ് ഹാസ് ദിസ് ഡയമണ്ട് എംബഡഡ് ഇൻ ഇറ്റ്സ് ഹാൻഡ്. ഞാൻ കട്ടിലിൻ്റെ അടുത്ത് ചെന്ന് ഡമ്മിയെ ചൂണ്ടി പറഞ്ഞു, ഇതാണ് മാപ്പിൽ വരച്ച ഡമ്മി. കയ്യിൽ ഈ വജ്രം പതിഞ്ഞതിനാൽ ആകാശകിരണങ്ങൾ ഡമ്മിയെ സ്പർശിക്കുകയും മുറിയിൽ പ്രകാശം പരത്തുകയും ചെയ്തു. എവ്രി വൺ വാസ് അമേസ്ഡ് അറ്റ് ഹൗ ഐ സോൾവ് ദ മിസ്റ്ററി. ഞാൻ എങ്ങനെ നിഗൂഢത പരിഹരിച്ചുവെന്നതിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു. ഗ്രാൻഡ്പ ടുക്ക് ഹോൾഡ് ഓഫ് എ നൈഫ് ആൻഡ് പുൾഡ് ഔട്ട് ദ ഡയമണ്ട് ഫ്രം ദ ഡമ്മീസ് ഹാൻഡ്. മുത്തച്ഛനൊരു കത്തിയെടുത്ത് ഡമ്മിയുടെ കയ്യിൽ നിന്ന് വജ്രം പുറത്തെടുത്തു. അവർ ഹണ്ട് വാസ് ഓവർ ആൻഡ് ഇറ്റ്സ് ടൈം ടു സ്ലീപ്പ്. വി ക്യാൻ നൗ ഫോൾ അസ്ലീപ്പ് വിത്ത് എ ഡ്രീം ഓഫ് അനദർ ട്രഷർ ഹണ്ട്. ഞങ്ങളുടെ വേട്ട അവസാനിച്ചു, ഉറങ്ങാൻ സമയമായി. ഇനി മറ്റൊരു നിധിവേട്ട എന്ന സ്വപ്നവുമായി നമുക്കുറങ്ങാം.